തുർക്കി പണി വാങ്ങിക്കൂട്ടും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാന് ഡ്രോണുകൾ നൽകി സഹായിച്ച് പക്ഷം ചേർന്ന തുർക്കിയും എർദോഗാനും ഉടൻ കരച്ചിൽ തുടങ്ങും. ഓപ്പറേഷൻ സിന്ദൂരിന് മുൻപ് തന്നെ തുർക്കിയുടെ കാർഗോ ഫ്ലൈറ്റ് പാകിസ്ഥാനിൽ വന്നു. അപ്പോൾ അവർ ഇന്ധനമടിക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. പിന്നീട് തുർക്കിയുടെ ഒരു പടക്കപ്പൽ പാകിസ്ഥാൻ തീരത്തെത്തി. വെറുതെ അതുവഴി പോയപ്പോൾ ഒന്ന് കടൽക്കാറ്റ് കൊള്ളാൻ നിർത്തിയതാവും. ഏതായാലും പാകിസ്ഥാൻ ഇങ്ങോട്ട് വിട്ട തുർക്കി നിർമ്മിത ഡ്രോണും ചൈനീസ് യുദ്ധവിമാനവും കുന്നുംകുളം മിസൈലുകളുമെല്ലാം S-400 ആകാശം ഉപയോഗിച്ച് നമ്മുടെ കര വ്യോമ സൈനികർ നല്ല നീറ്റായി പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. ഇനിയാണ് ശരിക്കുമുള്ള രസം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. തീവ്രവാദത്തെ ഇന്ത്യ എന്നും എതിർക്കും. തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ ഒരുപോലെ കാണും. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, തീവ്രവാദവും വ്യാപാരവും ഒന്നിച്ചു പോകില്ല. അതായത് നമുക്കെതിരായി നമ്മുടെ ശത്രുവായ തീവ്രവാദിയെ സഹായിച്ച തുർക്കിയും ഇനി മുതൽ നമ്മുടെ ശത്രുവാണ്. അങ്ങനെയുള്ള തുർക്കിയുമായി ഇനി മുതൽ ഒരു വ്യാപാരവും ടൂറിസം ബന്ധങ്ങളും വേണ്ടെന്ന് ദേശസ്നേഹികളായ ഓരോ ഇന്ത്യക്കാരനും തീരുമാനിച്ചാൽ തകർന്നു പോകുന്നതാണ് തുർക്കിയുടെ സമ്പദ് വ്യവസ്ഥ. ഏകദേശം 4000 കോടിയിലധികം രൂപയാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം വഴി തുർക്കിക്ക് ഓരോ വർഷവും കിട്ടുന്നത്. ആപ്പിൾ ഇറക്കുമതി, വിമാന സർവീസ്, ടൂറിസം മേഖലകളിൽ ഇന്ത്യ തുർക്കിക്ക് ഉപരോധം ഏർപ്പെടുത്തും. തുർക്കിയുടെ മത തീവ്രവാദ മുഖം ലോകത്തിനു മുമ്പിൽ ഇന്ത്യ വിളിച്ചു പറയും. തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നത് അവരുടെ മത തീവ്രവാദത്തിൻ്റെ ഭാഗമായാണ്. ഇന്ത്യ തുർക്കിക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഉപരോധം മറ്റ് മത തീവ്രവാദ രാജ്യങ്ങൾക്ക് ഒരു പാഠമായിരിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുർക്കിക്ക് കൊടുത്ത 10 കോടിയും ഡ്രോണായി നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ കിട്ടി. കാരണബോധനിരിക്കട്ടെ, ദേശസ്നേഹികളായ ഇന്ത്യക്കാരുടെ ഒരു കുതിരപ്പവൻ